ഹായ് ഡിയേഴ്സ്, ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർത്ത് സെമസ്റ്റർ ബികോം ക്വാണ്ടിറ്റേറ്റീവ് ടെക്നിക്ക് QT വളരെ പ്രധാനപ്പെട്ട ഏരിയ ആയിട്ടുള്ള കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ മെത്തേഡുമായി ബന്ധപ്പെട്ട തിയറീസും പ്രോബ്ലംസുമാണ്. അപ്പോൾ ഈ ഒരു പേപ്പറിൽ വരാൻ സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. എല്ലാവർക്കും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. കാൾ പിയേഴ്സൺ coefficient of correlation is a statistical measure that shows the degree and direction of linear relation between two variables x and y. രണ്ട് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷർമെന്റ് ആണിത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അപ്പോൾ രണ്ട് വേരിയബിൾ തമ്മിലുള്ള ലീനിയർ റിലേഷൻഷിപ്പ് ആണ് ഈ ഒരു കോറിലേഷനിൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ ആർ. ആർ എന്ന് പറയുന്ന സ്മാൾ ലെറ്ററിലാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഡിനോട്ടഡ്. ഒരുവിധം എല്ലാ കോറിലേഷനും എന്തുതന്നെയാണ്, ആർ എന്ന് പറയുന്ന സ്മാൾ ലെറ്റർ തന്നെയാണ്. ഈ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ റേഞ്ച് ഒന്ന് നോക്കാം. എങ്ങനെയാണ് ഇതിന്റെ ആറിന്റെ റേഞ്ച് വരുന്നത്? അതിൽ ആർ ഈക്വൽ ടു +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ ആർ ഈക്വൽ ടു -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആണ്. ദെൻ ആർ ഈക്വൽ ടു 0 ആണെങ്കിൽ അത് നോ കോറിലേഷൻ. അവിടെ എന്തില്ല, വേരിയബിൾ തമ്മിൽ ഒരു കോറിലേഷനും ഇല്ല. സോ ആർ ലേസ് ബിറ്റ്വീൻ -1 ആൻഡ് +1. അപ്പോൾ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനിൽ എപ്പോഴും കോറിലേഷന്റെ റിസൾട്ട് -1ന്റെയും +1ന്റെയും ഇടയ്ക്കായിരിക്കും. ഇപ്പൊ നമുക്ക് 5, 6 കിട്ടിക്കഴിഞ്ഞാൽ കോറിലേഷൻ ചെയ്തിട്ട് 5 അല്ലെ, ഒരു 5 കിട്ടി, അത് നിങ്ങളുടെ ആൻസർ എന്തായിരിക്കും? അത് തെറ്റായിരിക്കും. എപ്പോഴും ആൻസർ എന്താ വരിക? -1ന്റെയും +1ന്റെയും ഇടയ്ക്കാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ആൻസർ വരിക. ആ കാര്യം എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന പ്രോബ്ലംസ് ഒക്കെയാണ് ഇവിടെ ഉള്ളത്. കൃത്യമായിട്ട് ഈ ഒരു ഏരിയ നിങ്ങൾ ഈ ഒരു ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് വരുന്ന എല്ലാ ചോദ്യങ്ങൾക്കും ആൻസർ ചെയ്യാൻ കഴിയും. ഇനി ഇതിൻ്റെ ഫോർമുല നോക്കാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പല ഫോർമുലയും പല മെത്തേഡിലൊക്കെ കോറിലേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഈ ഒരൊറ്റ ഫോർമുല ഉപയോഗിച്ചിട്ട് ഏതൊരു പ്രോബ്ലം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഈ ഒരൊറ്റ മെത്തേഡിൽ സോൾവ് ചെയ്യാൻ കഴിയും. ഇത് ഡയറക്റ്റ് മെത്തേഡാണ്. ബാക്കിയുള്ള മെത്തേഡുകളൊക്കെ ഉപയോഗിക്കുന്നത് നമ്മൾ അതിൽ വരുന്ന സംഖ്യകൾ ചെറുതാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഏതൊരു കോറിലേഷന്റെ ചോദ്യം ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. അപ്പോൾ കാൾ പിയേഴ്സന്റെ ഡയറക്റ്റ് മെത്തേഡിന്റെ ഒരു ഫോർമുലയാണ് എന്താണ് ഇക്വേഷൻ വരുന്നത്? ആർ ഈക്വൽ ടു n ഇൻറ്റു സിഗ്മ XY മൈനസ് സിഗ്മ X ഇൻറ്റു സിഗ്മ Y ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ X സ്ക്വയർ മൈനസ് സിഗ്മ X ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് n ഇൻറ്റു സിഗ്മ Y സ്ക്വയർ മൈനസ് സിഗ്മ Y ഹോൾ സ്ക്വയർ. ഈ ഒരു ഇക്വേഷന് നിർബന്ധമായിട്ടും പഠിക്കാം. വേർ ആർ ഈസ് കോറിലേഷൻ കോഎഫിഷ്യന്റ്. ആർ കൊണ്ട് അർത്ഥമാക്കുന്നത് കോറിലേഷൻ കോഎഫിഷ്യന്റ് സിമ്പിളാണ്. എക്സ് ആൻഡ് വൈ ആർ വേരിയബിൾസ്. എക്സും വൈയും വേരിയബിൾസ് ആണ്. n ഇസ് ദി നമ്പർ ഓഫ് റെക്കോർഡ്സ്. എന്നോട് അർത്ഥമാക്കുന്നത് എത്ര റെക്കോർഡ്സ് ഉണ്ട് അല്ലെങ്കിൽ എത്ര ഐറ്റംസ് ഉണ്ട്, അതാണ് n. അപ്പോൾ ചില ബുക്കുകളിലൊക്കെ n സ്മാൾ ലെറ്റർ കാണാറുണ്ട്. n സ്മാൾ ലെറ്റർ ആണെങ്കിലും ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിലും യാതൊരു മാറ്റമില്ല. എന്നോട് എന്താ അർത്ഥമാക്കുന്നത്? നമ്പർ ഓഫ് റെക്കോർഡ്സ് ആണ്. നെക്സ്റ്റ് നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷന്റെ ഇന്റർപ്രിട്ടേഷൻ നോക്കാം. ഇന്റർപ്രിട്ടേഷൻ ഓഫ് ആർ, വാല്യൂ ഓഫ് ആർ നൽകിയിട്ടുണ്ട്, അതിന്റെ ഇൻഡിക്കേഷനും നൽകിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കോറിലേഷൻ കോഎഫിഷ്യന്റ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആൻസർ കിട്ടും. ആ ആൻസർ നമ്മൾ പറഞ്ഞു +1ന്റെയും -1ന്റെയും ഇടയ്ക്കായിരിക്കും. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇന്റർപ്രിട്ടേഷൻ നൽകിയിരിക്കണം. നമുക്ക് ലഭിക്കുന്ന ആൻസർ +1 ആണെങ്കിൽ അത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും.
ദെൻ നമുക്ക് കിട്ടുന്ന ആൻസർ 0.75 +1 ഇടക്കാണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ 0.5 0.75 ഇടക്കാണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ അപ് ടു 0.50 ലോ ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആയിരിക്കും. നെക്സ്റ്റ് മൈനസിൻ്റെ അതാണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. 0.752 -1 -0.72 -1 ആണെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അതുപോലെ തന്നെ -0.502 0.75 ആണെങ്കിൽ മോഡറേറ്റ് ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. അപ് ടു -0.5 ലോ ഡിഗ്രി ഓഫ് നെഗറ്റീവ് കോറിലേഷൻ ആയിരിക്കും. ഇനി ആൻസർ 0 ആണെങ്കിൽ അവിടെ നോ കോറിലേഷൻ അറ്റ് ആൾ ആണ്. അപ്പോൾ ഈ ഒരു ഇന്റർപ്രിട്ടേഷന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഓരോ ചോദ്യം സോൾവ് ചെയ്ത് കഴിഞ്ഞാലും അതെന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇന്റർപ്രിട്ടേഷൻ നൽകിയിരിക്കണം. നെക്സ്റ്റ് നമുക്ക് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നോക്കാം. 3 പ്രോബ്ലംസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓരോ പ്രോബ്ലംസും കൃത്യമായിട്ട് മനസ്സിലാക്കുക. നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തിട്ട് എല്ലാ കാര്യങ്ങളും ചോദ്യങ്ങൾ സോൾവ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് അല്ല എന്നൊക്കെ ഉറപ്പുവരുത്തിയിട്ട് നോട്ട്ബുക്കിലൊക്കെ എഴുതിയിട്ട് പഠിക്കുക. എന്നിരുന്നാലേ ഈ ഒരു ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിയുള്ളൂ. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ചോദ്യം, ഫ്രം ദി ഫോളോയിങ് ഡാറ്റ കമ്പ്യൂട്ട് പിയേഴ്സൺസ് കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അല്ലെ, താഴെ നൽകിയ ഡാറ്റ വെച്ചിട്ട് പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ്, അതായത് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ഒരു ഏരിയയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തഡാണ് ഇത്, കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. അവിടെ പ്രൈസും ഡിമാൻഡ് നൽകിയിട്ടുണ്ട് അല്ലെ. പ്രൈസ് 10, 12, 14, 15, 19. ഡിമാൻഡ് 40, 41, 48, 60, 50. അപ്പൊ നമ്മൾ ഇതിൽ ഒരു ടേബിൾ വരക്കുകയാണ്. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് ഒരുവിധം മാർക്കും ഈ ഏരിയയിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ടേബിൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഈ ഒരൊറ്റ മെത്തേഡ് ഫോളോ ചെയ്താൽ മതി. നിങ്ങളുടെ ബുക്കിലൊക്കെ ഓരോന്നും ഓരോ മെത്തേഡിലായിരിക്കും സോൾവ് ചെയ്തിരിക്കുക. എങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് കോറിലേഷന്റെ ആൻസർ സെയിം ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള മെത്തേഡ് ഇതാണ്. ഇത് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, സംഖ്യകൾ എന്ത് ചെയ്യും, കുറച്ച് വലുതാകും. അത് നിങ്ങൾ കാൽക്കുലേറ്ററൊക്കെ ഉണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യുക, കഴിയുന്നതും എല്ലാവരും ഇതേ മെത്തേഡ് ഫോളോ ചെയ്യുക. മറ്റു മെത്തേഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കുക. അവിടെ എന്ത് ചെയ്യും, സംഖ്യ വളരെ ചെറുതായി കിട്ടും. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് പ്രൈസും ഡിമാൻഡും ആണ്. പ്രൈസിന് നമ്മൾ എക്സ് ആയിട്ടും ഡിമാൻഡിനെ വൈ ആയിട്ടും എടുക്കാം. ദെൻ തേർഡ് കോളം എഴുതേണ്ടത് എക്സ് വൈ ആണ്. എക്സ് ഇൻറ്റു വൈ അല്ലെ, 10 × 40 400, 12 × 41 492, 14 × 48 622, 15 × 60 900, 19 × 50 950. ഓക്കെ ആണല്ലോ. അപ്പോ തേർഡ് കോളം എക്സ് വൈ, എക്സ് ഇൻറ്റു വൈ ആണ്. ദെൻ ഫോർത്ത് കോളം എക്സ് സ്ക്വയർ ആണ് അല്ലെ. എക്സിന്റെ സ്ക്വയർ 10ന്റെ സ്ക്വയർ 100, 12 സ്ക്വയർ 144, 14 സ്ക്വയർ 196, 15 സ്ക്വയർ 225, 19 സ്ക്വയർ 361. ദെൻ വൈ സ്ക്വയർ അല്ലെ, വൈ 40, 40ന്റെ സ്ക്വയർ 1400, ദെൻ 45 സ്ക്വയർ 1681, ദെൻ 42 സ്ക്വയർ 2304, 60 സ്ക്വയർ 3600, 50 സ്ക്വയർ 2500. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇത് ഓരോന്നും എന്ത് ചെയ്യുക, കൂട്ടാം അല്ലെ. ഇവിടെ 70 എന്ന് കിട്ടും. ദെൻ
വൈ 239 കിട്ടും, എക്സ് വൈ 3414 കിട്ടും, എക്സ് സ്ക്വയർ 1026 കിട്ടും, വൈ സ്ക്വയർ 11685 കിട്ടും. ഈ ഒരു ടേബിള് കൺസ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഇക്വേഷൻ ഇതാ. ഇക്വേഷൻ എന്താണ്? ആർ ഈക്വൽ ടു എൻ ഇൻറ്റു സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ റൂട്ട് ഓഫ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ഇക്വേഷന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമുക്കിത് ആ ഒരു ടേബിളിൽ തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാം. ആദ്യം നമ്മൾ എക്സ് വൈ എടുക്കുന്നത്, ദെൻ എക്സ് ഇൻറ്റു വൈ ആണ്, പിന്നീട് റൂട്ട് ഓഫ് അല്ലേ എൻ ഇൻറ്റു എക്സ് സ്ക്വയർ ആണ് മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ ആണ്, ദെൻ വൈൻ്റെ ക്രിയയാണ് എൻ ഇൻറ്റു സിഗ്മ വൈ സ്ക്വയർ മൈനസ് വൈ ഹോൾ സ്ക്വയർ. വളരെ എളുപ്പത്തിൽ പഠിക്കപ്പെടുന്ന ഒരു സിമ്പിൾ ഇക്വേഷനാണ്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ഓരോന്നും ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എൻ എത്രയാണ്? 5 ആണ് അല്ലേ. എക്സ് വൈ എത്രയാണ്? 3414 ആണ്. സിഗ്മ എക്സ് എത്രയാണ്? 70 ആണ്. സിഗ്മ വൈ എത്രയാണ്? 239 ആണ്. പിന്നീട് റൂട്ട് അല്ലേ, അടിയിൽ റൂട്ട് എൻ 5 ആണ്. എക്സ് സ്ക്വയർ എത്രയായിരുന്നു നമ്മുടെ ചോദ്യത്തിൽ? എക്സ് സ്ക്വയർ നമുക്ക് കിട്ടിയത് എക്സ് സ്ക്വയർ 1026 ആണ്. ദെൻ മൈനസ് സിഗ്മ എക്സ് ഹോൾ സ്ക്വയർ അല്ലേ. എക്സ് ഹോൾ സ്ക്വയർ കാണുമ്പോൾ എക്സിൻ്റെ ഹോൾ സ്ക്വയർ ആണ്, എക്സ് 70 ആണ്, 70 സ്ക്വയർ റൂട്ട് ഓഫ് 5 ഇൻറ്റു വൈ സ്ക്വയർ എത്രയായിരുന്നു? 11685 ആയിരുന്നു, മൈനസ് സിഗ്മ വൈ ഹോൾ സ്ക്വയർ. സിഗ്മ വൈ എത്രയാണ്? 239 സ്ക്വയർ. അങ്ങനെ നമ്മൾ ഈ ഒരു കാര്യം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 0.621 എന്നുള്ള ആൻസർ ലഭിക്കും. ഇതാണ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ. വളരെ എളുപ്പത്തിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ കഴിയും. ഇനി നമ്മളിവിടെ ഒരു ഇന്റർപ്രിട്ടേഷൻ നൽകണം അല്ലേ. 0.621 ആണ്. 0.621 വന്ന എന്തായിരിക്കും ഇന്റർപ്രിട്ടേഷൻ? പ്ലസ് ആണ്. സോ മോഡറേറ്റ് ഡിഗ്രി ഓഫ് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ കാൾ പിയേഴ്സൺ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷനുമായി ബന്ധപ്പെട്ട തിയറീസും അതിൻ്റെ ഇന്റർപ്രിട്ടേഷനും ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്തു. കാൾ പിയേഴ്സണുമായി ബന്ധപ്പെട്ട ഏതൊരു പ്രോബ്ലംസും നിങ്ങൾക്ക് ഇതേ ഇക്വേഷനിൽ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ കഴിയും. നമ്മൾ ബുക്കിലൊക്കെ പല മോഡലിലും പല മെത്തേഡിലും ഇത് ചെയ്യാറുണ്ട്. അതൊക്കെ എന്തിനാണ്? സംഖ്യ ചെറുതാക്കാൻ വേണ്ടിയാണ്. ഇതാണ് ഡയറക്റ്റ് മെത്തേഡിൻ്റെ ഫോർമുല. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ ആ ടേബിൾ കൺസ്ട്രക്ട് ചെയ്യുക, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, താങ്ക് യു.